നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്പ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയാണെന്നല്ലേ? ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാണ്. ഇത് മെൻസ്ട്രൽ കപ്പ്. നമുക്ക് പലർക്കും ഇതിനോടകം ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടാവും. ചില ആളുകൾ ഇത് അറിഞ്ഞിട്ടും ഒരു പേടി കൊണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, ഇത് സേഫ് ആയിരിക്കുമോ, ഇത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ട് യൂസ് ചെയ്യാൻ മടിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? അപ്പോൾ ഫസ്റ്റായിട്ട് മെൻസ്ട്രൽ കപ്പ് അത് എങ്ങനെ നമുക്ക് കിട്ടും? ഓൺലൈനായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. മാത്രമല്ല സൂപ്പർ മാർക്കറ്റിൽ അതുപോലുള്ള എല്ലാ പ്ലേസിലും ഇപ്പോൾ മെൻസ്ട്രൽ കപ്പ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, മെൻസ്ട്രൽ കപ്പിന്റെ റേഞ്ച് 200 rupees മുതൽ 1000 നമുക്ക് മെൻസ്ട്രൽ കപ്പ് കിട്ടുന്നുണ്ട്. ഒരുപാട് കമ്പനികൾ മെൻസ്ട്രൽ കപ്പ് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ വാങ്ങുന്ന സമയത്ത് റിവ്യൂസ് ഒക്കെ നോക്കി ഏതാണ് നല്ല കമ്പനി, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല റിവ്യൂസ് ഉള്ള ഏത് കമ്പനിക്കാണ്, അങ്ങനെ വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങാൻ. അപ്പം ഒരു 200 രൂപ മുതൽ 1000 രൂപ വരെ പല പല വ്യത്യസ്തമായ റേറ്റുകളിൽ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ. രണ്ടാമത്തത് പറയുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ സേഫ്റ്റി അല്ലെ. ഏറ്റവും നമ്മൾ ചിന്തിക്കുന്നത് ഇതിന്റെ സേഫ്റ്റിയെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ സേഫ്റ്റിയെ പറ്റി എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് മെഡിക്കലി പ്രൂവൺ സിലിക്കൺ കൊണ്ടാണ്. സിലിക്കൺ മെറ്റീരിയൽ, അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സിലിക്കൺ. ആ സിലിക്കൺ പ്രത്യേകിച്ച് നമ്മുടെ ബോഡിക്ക് യാതൊരു രീതിയിലുള്ള ഇറിറ്റേഷൻസും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീഡിംഗ് ബോട്ടിലിന്റെ നിപ്പിളൊക്കെ സിലിക്കൺ മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഏകദേശം അതിനോട് വളരെ സാമ്യമുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ മെൻസ്ട്രൽ കപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ബോഡിക്ക് അതുകൊണ്ട് ഒരു ഇറിറ്റേഷനോ റിയാക്ഷനോ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ലക്ഷങ്ങളിൽ ഒരു 2-3 ആളുകൾക്ക് വരാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബയോളജി ഒരു എന്താണ്, ഓരോ ആളുടെ ബോഡി ഡിഫറെന്റ് അല്ലേ. അപ്പം അങ്ങനെ ഇൻഫെക്ഷൻ വന്നേക്കാം, പക്ഷെ വളരെ ചെറിയൊരു കണ്ടീഷനിൽ മാത്രമേ വരുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ സേഫ്റ്റിയിൽ തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അതായത് ഇത് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ്, യൂസ് ചെയ്തതിന് ശേഷവും നമ്മൾ കൈ വൃത്തിയായിട്ട് വാഷ് ചെയ്യണം. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ നഖം, നെയിൽസ് ഉള്ള ആളുകൾ, അതായത് നെയിൽസ് ഉള്ള പെൺകുട്ടികളും വീട്ടമ്മമാരും എല്ലാവരും, ലേഡീസ് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിത് വെജൈനന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നഖം വെജൈനന്റെ അവിടെ എവിടെയെങ്കിലും പോറൽ ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് ആ നഖത്തിന്റെ പോറൽ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കൈകൾ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഇൻഫെക്ഷനുള്ള സാധ്യതയൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമത്, ഈ മെൻസ്ട്രൽ കപ്പ് നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിൽ, അതായത് ഫീഡിംഗ് ബോട്ടിൽ നമ്മൾ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ മെൻസ്ട്രൽ കപ്പും സ്റ്റെറിലൈസ് ചെയ്യണം. അതായത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത് ഒരു 8 മിനിറ്റ്, ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ, 8-10 മിനിറ്റ് നമ്മൾ ഇത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഇല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു മഗ്ഗിലേക്ക് ഈ മെൻസ്ട്രൽ കപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ വെള്ളം, നല്ല തിളച്ച വെള്ളം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ അത് അങ്ങനെ വെക്കാം. പിന്നെ യൂഷ്വലി ഈ മെൻസ്ട്രൽ കപ്പിന്റെ കൂടെ നമുക്കൊരു വെജൈനൽ വാഷ് കിട്ടുന്നുണ്ട്. അപ്പം ആ വാഷ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ചിട്ടോ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് കഴുകി സൂക്ഷിക്കാം. ഓക്കെ, ഉപയോഗിക്കുന്നതിനേക്കാളും മുൻപും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പം ഡെയിലി ഇപ്പം നമുക്ക് പീരിയഡ്സ് വന്ന അപ്പം മുതൽ നമുക്ക് ഫസ്റ്റ് യൂസ് നമുക്ക് ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്കത് എടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഡെയിലി ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇതെങ്ങനെ സ്റ്റോർ ചെയ്യും? ഒരിക്കലും നമ്മൾ മെൻസ്ട്രൽ കപ്പ് പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിലോ നമ്മൾ സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വളരെ വൃത്തിയായി നമുക്കിത് തുടച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാന്നൊക്കെ വിചാരിക്കും അല്ലേ. പക്ഷെ തെറ്റ്. നമ്മൾ ഒരിക്കലും അങ്ങനെ ഈ മെൻസ്ട്രൽ കപ്പ് സൂക്ഷിക്കാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പൗച്ച്, അതായത് എയർ ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
വായുസഞ്ചാരമുള്ള ഒരു പൗച്ച് ഇതിന്റെ കൂടെ ലഭിക്കണം. മെയിൻലി അതൊരു ക്ലോത്ത് ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് പൗച്ചാണ്. അപ്പം അതിൽ ഇട്ടിട്ട് ഇത് ഉപയോഗിക്കുക, ഉപയോഗിച്ച് നമ്മളെ പീരിയഡ്സിന് 7 days ഇത് യൂസ് ചെയ്തതിന് ശേഷം നന്നായി സ്റ്റെറിലൈസ് ചെയ്യുക, നല്ലവണ്ണം വൃത്തിക്ക് തുടയ്ക്കുക, ജലാംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തുടച്ചിട്ട് അത് അതിന്റെ പൗച്ചിലിട്ട് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാം. അപ്പൊ ഇത്ര കാര്യമാണ് നമ്മൾ ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സൈസ് അല്ലെ. മെൻസ്ട്രൽ കപ്പ് യൂഷ്വലി വരുന്നത് മെയിൻലി 2 സൈസിലാണ്. പല കമ്പനീസിനും പല പല രീതികളിൽ ഇത് വരാറുണ്ട്. അപ്പോ ഇത് മെയിൻലി ഒന്ന് ലാർജ് സൈസിലും പിന്നെ ഒന്ന് മീഡിയം ആണ് വരുന്നത്. അപ്പൊ ലാർജ് എന്ന് വെച്ചാല് ഏകദേശം 20 മില്ലിയിൽ അധികം ബ്ലഡ് പിന്നെ കപ്പാസിറ്റി, അതാണ് അതിന്റെ കപ്പാസിറ്റി. 20 മില്ലിയിൽ അധികം കപ്പാസിറ്റി അതിനുണ്ട്. അപ്പം ഒരു 1-2 നോർമൽ ഡെലിവറി, അതായത് വജൈനൽ ഡെലിവറി നടന്നവർക്കും പിന്നെ ഒരു 30 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകളും താരതമ്യേന കുറച്ച് വലിയ ഹൈറ്റും വെയിറ്റും ഒക്കെ കുറച്ച് അധികമുള്ള ഫിസിക്കുള്ള ലേഡീസിനും ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുന്ന ആളുകളും ലാർജ് യൂസ് ചെയ്യുന്നതായിരിക്കും കൺവീനിയൻറ്റ്. മാരീഡ് അല്ലാത്ത സ്ത്രീകളും നോർമൽ വെജൈനൽ ഡെലിവറി നടന്നിട്ടില്ലാത്ത സ്ത്രീകളും താരതമ്യേന കുറവ് ബ്ലീഡിംഗ് ഉള്ള ലേഡീസും കുറച്ച് മെലിഞ്ഞ് കുറച്ച് ഹൈറ്റ് ഒക്കെ ചെറുതായിട്ടുള്ള ആളുകളും മീഡിയം കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും അഭികാമ്യം. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ മെൻസ്ട്രൽ കപ്പ് വാങ്ങുന്ന സമയത്ത് നമ്മുടെ സൈസ് നോക്കിയിട്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ചിന്തിക്കാം, നമുക്ക് ഒരുപാട് ഓവർഫ്ലോ ഉണ്ട്, പക്ഷെ നമ്മൾ ഭയങ്കര മെലിഞ്ഞ് കുഞ്ഞാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ലാർജ് വാങ്ങുകയാണെങ്കിൽ അവർക്ക് അത് സൂട്ടബിൾ അല്ലാതെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ നോക്കാം. പിന്നെ ഒരു വെജൈനൽ ഡെലിവറി 2-3 നോർമൽ പ്രസവമൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് മീഡിയം വെക്കുകയാണെങ്കിൽ അവർക്ക് അത് സൂട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ലാർജ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ സൈസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാഡും ഈ മെൻസ്ട്രൽ കപ്പും തമ്മിൽ എങ്ങനെ നോക്കാം. നമ്മൾ ഒരാള് ഈ നോർമൽ പാഡില് 5 മില്ലി മുതൽ 8 മില്ലി വരെ ഏകദേശം അങ്ങനെയാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി. പക്ഷെ നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം അതൊരു മീഡിയം കപ്പിനാണെങ്കിൽ 20 മില്ലി ആണ് അതിന്റെ കപ്പാസിറ്റി. അപ്പൊ നമ്മളൊരു 3-4 പാഡ് വെക്കുന്നതിന് തുല്യമാണ് ഒരു കപ്പ് വെക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ അത് ആലോചിക്കണം. അപ്പം ഡെയിലി നമ്മൾ ഒരു ലേഡി ആണെങ്കിൽ ഡെയിലി 5-6 പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു 7 days 5-6 വെക്കുമ്പോൾ അവരുടെ വോൾ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു പീരീഡിൽ ഏകദേശം 10,000-ലധികം പാഡ് അവർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മൾ ഇതിന്റെ കോട്ടണൊക്കെ ക്ലോസറ്റിൽ വെക്കും, ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഒന്നെങ്കിൽ കത്തിച്ച് കളയും അല്ലെങ്കിൽ കളയും, ഇതൊക്കെയാണ്. അപ്പം ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇത് നമ്മുടെ പരിസരം ഇങ്ങനെ മലിനീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണല്ലേ. ഇത് നമുക്ക് ഒരു പ്രാവശ്യം, ഇതിന്റെ കമ്പനീസ് പറയുന്നത് ഈ മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഏകദേശം 10 വർഷം വരെ ഉപയോഗിക്കാമെന്ന്. ഈ മെൻസ്ട്രൽ കപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി സൂക്ഷിച്ച് നമ്മൾ വൃത്തിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് 10 വർഷം വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയേക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇക്കണോമിക്കലിയും വളരെ ലാഭമാണ്, എക്കോ ഫ്രണ്ട്ലിയും ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മെൻസ്ട്രൽ കപ്പ് ഒന്ന് മുമ്പിട്ട് നിൽക്കുകയാണ് അല്ലേ. പിന്നെ ഇത് വേറെ നമുക്ക് ഉണ്ടാവുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇൻഫെക്ഷൻ്റെ കാര്യമൊക്കെ നമ്മൾ വൃത്തിയായാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കോട്ടൺ തുണിയാണെങ്കിലും അത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ പോലും അതിൽ ബാക്ടീരിയ, ഈസ്റ്റ് അതുപോലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി പാഡ് ആണെങ്കിൽ പോലും അതിൽ ഈ ഫ്ലൂയിഡ് ഇങ്ങനെ പുറത്ത് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് പല കെമിക്കൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതുകൊണ്ടും നമുക്ക് ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേന റിസ്ക് കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ലേഡീസിന്റെ ബോഡി ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പൊ ചില ആളുകൾക്ക് ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഹെവി ഫ്ലോ ഉണ്ടാവും, പിന്നെ അത് കുറഞ്ഞു വരും. ചില ആളുകൾക്ക് നോർമൽ ഫ്ലോ ആയിരിക്കും, 7 days നീണ്ടുനിൽക്കും. ചില ആളുകൾക്ക് 7 days കണ്ടിന്യൂസ്ലി ആയിട്ട് ഹെവി ഫ്ലോ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പം ആദ്യത്തെ 2-3 ദിവസം ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ, ഇപ്പം കുറച്ച് ദൂരെയൊക്കെ പോകണം, കോളേജിലൊക്കെ പോകാനുണ്ട്, അപ്പൊ നമുക്ക് ഒരു 3 മണിക്കൂറിനിടയിൽ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ ഒരു പാഡോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ ഇതിനൊരു ധൈര്യം എന്ന രീതിയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ആളുകളുടെ
എന്താണ് ഒരു അഭിപ്രായം. അങ്ങനെയാണ് ചില സമയത്ത് ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും. ചിലപ്പം നമ്മൾ ശരിയായ രീതിയിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഓവർഫ്ലോ ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യണം അല്ലെ, എപ്പോഴാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യേണ്ടതെന്ന്. അതായത് ഈ മെൻസ്ട്രൽ കപ്പിന്റെ കമ്പനി പറയുന്നത് നമുക്ക് 6 to 12 hours ഇത് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ 6 to 12 hours നമുക്ക് ആദ്യം ദിവസങ്ങളിലൊന്നും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം 20 ml കൂടുതൽ ബ്ലീഡിങ് ചെയ്യുന്ന ആളുകളുണ്ട്. നമുക്ക് സക്സസ്ഫുള്ളി ഒരു 3 to 5 hours നമുക്ക് ഇത് യൂസ് ചെയ്യാം. 3 to 5 hours നമുക്ക് ലീക്കേജ് ഇല്ലാതെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് മെൻസ്ട്രൽ കപ്പ് നമുക്കിപ്പോൾ ഒരു 5 hours ആണ് ജേണി എങ്കിൽ ഓക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ലോങ് ജേണി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 10 മണിക്കൂറൊക്കെ ഇരിക്കുന്ന അങ്ങനെയുള്ള ഒരു ജേണി ആണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് അത്ര നല്ലൊരു ഡിവൈസ് ആയിരിക്കില്ല. പക്ഷെ ഇൻ കേസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ നമുക്കൊരു വാഷ്റൂം ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. നമ്മൾ വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീഇൻസേർട്ട് ചെയ്യാം. പിന്നെ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, ഇത് എങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ കൈയൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മെൻസ്ട്രൽ കപ്പ് ഇത് 2 വിധത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന്, ഇതിന്റെ ഇവിടെ മിഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതെവിടെ ഒരു സി ഷേപ്പ് വരും. ഇതിപ്പം വെജൈന ആണെങ്കിൽ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഇത് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ തുറക്കും. അപ്പൊ ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആവും. നമ്മുടെ സെർവിക്സിന്റെ, അതായത് ഗർഭാശയകളം അവിടെ ഇതിങ്ങനെ ഒരു വാക്വമായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ വരുന്ന ഇതൊക്കെ ഇതിനകത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഒരു എങ്ങനെ ഒന്ന് ഫസ്റ്റ് ഇട്ടത്. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു എയർ ഹോൾ ഉണ്ട്, ഇവിടെ ഒരു കുഞ്ഞ്, അവിടെ നമ്മുടെ ഈ ഫിംഗർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അകത്തോട്ട് പ്രസ് ചെയ്യാം. ഓക്കെ, പ്രസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ മെലിഞ്ഞിട്ടുള്ള ഒരിതാവും. അപ്പൊ ഇത് നമുക്ക് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് അകത്തേട്ട് വെക്കാം, ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് അവിടെ എത്തുമ്പോൾ തന്നെത്താൻ ഇത് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെ റിമൂവ് ചെയ്യുന്നല്ലേ. ഇതിപ്പോ ഇവിടെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഇവിടെ ഒരു വാക്വം ക്രിയേറ്റ് ആവാണ്. ഇതിപ്പോ നമ്മൾ ഈ ഭാഗമാണ് നമുക്കിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് നമ്മളിങ്ങനെ വലിച്ചാൽ ഇതിങ്ങനെ വരില്ല. അപ്പോൾ നമ്മൾ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാ വാക്വം അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിങ്ങനെതാ സുഖമായിട്ട് ഇങ്ങനെ എടുക്കാം. ശ്രദ്ധിക്കണം, ഇത് സ്ലിപ്പറി ആയിരിക്കും. അപ്പൊ നമ്മൾ നല്ലോണം പിടിച്ചിട്ട് വേണം ഇത് പുറത്തെടുക്കാൻ. കാരണം ഇല്ലെങ്കിൽ ഇത് സ്ലിപ്പായിട്ട് ചിലപ്പോൾ നമ്മളുടെ ടോയ്ലറ്റിലോ നിലത്തൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും വലിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് തന്നെ പിടിക്കുക. ഇതൊക്കെ ഡ്രെയിൻ ചെയ്യാം, നന്നായി വാഷ് ചെയ്യാം. സോപ്പ് അല്ലെങ്കിൽ നല്ല ടാപ്പ് വാട്ടറിൽ നന്നായി വാഷ് ചെയ്യാം. നമ്മുടെ വീടുകളിലാണെങ്കിൽ നല്ല ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ വാഷ് ചെയ്യാം. എന്നിട്ട് ക്ലീൻ ചെയ്തതിന് വീണ്ടും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ചിലവർക്ക് ഡൗട്ട് ഉണ്ട്, ഇത് നമ്മുടെ യൂട്രസിനകത്തോട്ട്, ഗർഭപാത്രത്തിനകത്തോട്ട് കയറിപ്പോകുന്ന ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഞാനൊരു പിക്ചറിലൂടെ ഞാനിപ്പം കാണിച്ചു തരാം ഇതെങ്ങനെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഗർഭാശയകളം, അതായത് സെർവിക്സിന്റെ അവിടെ ചെന്ന് എങ്ങനെയാണ് ഇത് നിൽക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് യൂട്രസ്, ഇത് ഇന്റേണൽ ഓസ്, ഇത് എക്സ്റ്റേണൽ ഓസ്. അപ്പൊ ഇതിനിടയിൽ വരുന്നതാണ് ഗർഭാശയകളം, അതായത് സെർവിക്സ്. ഇതാണ് വെജൈന. നമ്മുടെ മെൻസ്ട്രൽ കപ്പ് എപ്പോഴും നമ്മൾ വെജൈനയിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ മെൻസ്ട്രൽ കപ്പ് ഇതല്ലേ, നമുക്ക് പലർക്കുമുള്ള ഡൗട്ടാണ് ഇത് യൂട്രസിനകത്തോട്ട് കയറിപ്പോവോ എന്നൊക്കെ. ഇത് നോക്കൂ, ഇതിന്റെ ചുറ്റളവ് ഏകദേശം വരുന്നത് ഒരു 4 സെന്റിമീറ്ററോളായിരിക്കും. നമ്മുടെ സെർവിക്സ് അത്ര വലിപ്പമുള്ളതല്ല. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത്, അതായത് ഇവിടെ ഈ സെർവിക്സിന്റെ അവിടെയാണ് ഇതൊരു വാക്വം പോലെ ക്രിയേറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ സെർവിക്സിന് വരുന്നതൊക്കെ ഫ്ലൂയിഡൊക്കെ ഇതിൽ കളക്ട് ചെയ്യും. ഓക്കെ, ഒരു കാരണവശാലും ഇതിങ്ങനെ അകത്തോട്ട് കയറി പോവില്ല. അപ്പൊ നമുക്ക് പലർക്കുമുള്ള ഡൗട്ടാണ് ഇത് അകത്തോട്ട് കയറിപ്പോ, അതുകൊണ്ട് ചില ആളുകൾ യൂസ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. നമ്മുടെ വജൈനയിലാണ് ഇവിടെ ഇതിങ്ങനെ ഫിറ്റായിട്ട് നിൽക്കുന്നുള്ളത്. ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത് സൈഡ് വൈസ് ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരെ കാണാമല്ലോ. ഇതാണ് വെജൈനൽ ഓപ്പണിങ്. ഇത് ഇവിടെയാണ് സെർവിക്സ് സ്റ്റാർട്ട് ആവുന്നത് അല്ലേ. അപ്പോൾ നമ്മളിതാ ഇത്
ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നേരെ ഇൻസേർട്ട് ചെയ്യും, പിന്നെ ഒന്ന് ചെരിച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കും. ഇതുപോലെ ഇവിടെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ഇത് വാക്വം ക്രിയേറ്റായി അവിടെ നിൽക്കും. അപ്പോൾ ഈ യൂട്രസിൽ നിന്ന് വരുന്ന ആ ഫ്ലൂയിഡ് വൃത്തിക്ക് ഇതിനകത്ത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂട്രസിനകത്ത് കയറിപ്പോന്നുള്ള ഒരു ചിന്ത ആർക്കും വേണ്ട. അതുകൊണ്ട് ഇനി ഇത് യൂസ് ചെയ്യാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എങ്ങനെയും ഇത് അകത്തോട്ട് കയറി പോവില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് മെൻസ്ട്രൽ കപ്പ് നോർമൽ സാനിറ്ററി പാഡിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്ന്. കൃത്യമായ രീതിയിൽ വൃത്തിയായി നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു എല്ലാ ലേഡീസിനും ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം നമ്മൾ നോർമൽ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പം അവിടെ ഈർപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് നമുക്ക് പ്രോപ്പർ ടൈമിൽ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. കാരണം ഇത് അകത്ത് വെക്കുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് ഇത് പുറത്തോട്ട് വീഴുമോ, അല്ലെങ്കിൽ നമ്മൾ പല ലേഡീസും നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുന്ന ലേഡീസ് ഉണ്ട്, ഡാൻസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ ജിം, അതുപോലെ സ്വിമ്മിങ്, അങ്ങനെ പല കായിക ഇതിൽ ഏർപ്പെടുന്ന ലേഡീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു വളരെ നല്ലൊരു ബൂണായിട്ട് ഞാനിത് പറയുന്നുള്ളൂ. കാരണം അത്രക്കും കംഫർട്ടബിളാണ് ഇത് യൂസ് ചെയ്യുമ്പം. പിന്നെ മെയിനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്ന വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കേരളത്തിൽ മഴ, കെടുതികൾ, പ്രളയം, അപ്പോൾ കുറേ ആളുകൾക്ക് ക്യാമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് കുറേ പ്രാവശ്യം വാർത്തകളിലൊക്കെ വായിക്കാനൊക്കെ ഇടയുണ്ടായി. സാനിറ്ററി പാഡ് കിട്ടുന്നില്ല, സാനിറ്ററി പാഡ് ഉപയോഗിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതൊക്കെ കെട്ടിക്കിടന്ന് ഭയങ്കരമായിട്ട് മലിനീകരണം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അറിയാനിടയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വെച്ചാൽ ഇപ്പം ക്യാമ്പിലൊക്കെ താമസിക്കേണ്ട ആളുകൾക്ക് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യാൻ വേറെ ഒരു മാർഗം അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത് വീണ്ടും വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് ഒരു നല്ല കാര്യം തന്നെയാണ്. മെയിനായിട്ട് നമ്മൾ വൃത്തിയായിട്ട് ഇത് യൂസ് ചെയ്യുക, വൃത്തിയായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കുക. അതിൻ്റെ പൗച്ചിൽ തന്നെ ഓരോ പ്രാവശ്യവും സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു രീതിയിലുള്ള റിസ്ക്, ഹെൽത്ത് ഹസാർഡ് അല്ലെങ്കിൽ റിസ്ക് ഇതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പുതിയൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. പുതിയൊരു കാര്യമല്ല, ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ആയതും ഒരുപാട് പേഷ്യൻസ് പറഞ്ഞിട്ടും ഒരുപാട് ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ എക്സ്പീരിയൻസ് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ലേഡീസിന് ഒരു വളരെ നല്ല ഒരു സംഭവമാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ ഉപയോഗിച്ചിട്ടില്ലാത്തവർ പേടിയോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ അങ്ങനെയൊന്നും വേണ്ട. ഇത് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സേഫായിട്ടുള്ള ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ നല്ലൊരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റി. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് അപ്പോൾ നല്ലൊരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റി എനിക്ക്. അപ്പോൾ ഇത് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. ഇത് കാണുന്ന സഹോദരന്മാർ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ സഹോദരിമാർക്കും അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതേ സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.